സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ നേതാവാണ് മന്നത്തു പത്മനാഭനെന്നും ആ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ നേതൃത്വത്തിൽ സമുദായം നൂതനമായ മാറ്റങ്ങൾ കണ്ടുതുടങ്ങിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകൃതമായതോടുകൂടിയാണ് എന്നും പ്രൊഫസർ ഡോക്ടർ എസ് സുജാത പറഞ്ഞു. മീനച്ചിൽ താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ ഡോക്ടർ എസ് സുജാത. NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിലെ ബാലസമാജ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത്. മീനച്ചിൽ താലൂക്ക് NSS യൂണിയൻ ചെയർമാൻ മനോജ് പി നായർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഇവിടെ നമ്മൾ കുട്ടികളെ ആദരിക്കുകയാണ്. നമ്മുടെ താലൂക്കിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കുഞ്ഞുങ്ങളെ ആദരിക്കുകയാണ്. എല്ലാ വർഷങ്ങളും നമ്മൾ ഈ തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ആഗസ്റ്റ് 15 തന്നെയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 തന്നെ ദിവസം തിരഞ്ഞെടുത്തു. നിങ്ങൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങളൊക്കെ ഈ ഹൈടെക് യുഗത്തിൽ നല്ല നിലയിൽ പഠിച്ച് മുന്നേറട്ടെ, അതാത് മേഖലകളിൽ പഠിച്ച് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രതിഭാ സംഗമം 2025 ഉദ്ഘാടനം NSS കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിന്റെ മുൻ പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ എസ് സുജാത നിർവഹിച്ചു. ജീവിത ദർശനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദാർശനിക സഞ്ചാരത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒരു ഹിന്ദുവായി ജനിച്ച മനുഷ്യനായി ജീവിച്ച സമുദായാചാര്യനായ ശ്രീ മന്നത്തു പത്മനാഭന്റെ ദാർശനിക സഞ്ചാരത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇവിടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ജീവിതം മാനവികതയെ അടിസ്ഥാനപ്പെടുത്തിയ ധാർമ്മികതയും സാമൂഹ്യ ബോധമുള്ള ഒരു സഞ്ചാരമാകുമ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ദാർശനികപരമായ കാഴ്ചപ്പാടുകളിലേക്ക് പരിവർത്തനം പ്രാപിക്കുന്നു. അത്തരമൊരു ചരിത്രപരമായ സഞ്ചാരത്തിൻ്റെ പ്രതീകമായി മലയാളി മനസ്സിൽ ചേർന്നിരിക്കുന്ന മഹാനാണ് ശ്രീ മന്നത്തു പത്മനാഭൻ. SSLCക്കും +2നും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെയും, ഡിഗ്രി കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും, A ഗ്രേഡ് നേടിയവരെയും, PG കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും, വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ലഭിച്ചവരെയും യോഗത്തിൽ പ്രൊഫസർ ഡോക്ടർ എസ് സുജാത അനുമോദിച്ചു. കൂടാതെ അനുമോദനം ഏറ്റുവാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈ വിതരണവും നടത്തി. യുവ സാഹിത്യകാരി അനഘ ജെ കോലോത്തിനെയും കുറിച്ചിത്താനം സ്വദേശി ഡ്രോൺ പരിശീലകനായ അശ്വിൻ പി നായരെയും ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ, യൂണിയൻ സെക്രട്ടറി MS രതീഷ് കുമാർ, യൂണിയൻ കമ്മിറ്റി അംഗം N ഗോപകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. i4A ന്യൂസ്, പാല.